കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം എക്സാം എഴുതുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക. സിലബസിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്, കുറച്ച് നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട്. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം എക്സാം എഴുതുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക. ഇന്ന് നമ്മൾ ആ എക്സാമിന് ചോദിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു അല്ലെ, സിലബസിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്, കുറച്ച് നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട്. സോ ഇനി നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ സിലബസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും കേട്ടോ. അപ്പം ഞാൻ ആ സിലബസ് നോക്കുമ്പോൾ എനിക്കതിൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. നിങ്ങൾ കണ്ടായിരുന്നു, സിലബസിൽ കണ്ടായിരുന്നു. അതായത് അതിന്റെ ലാസ്റ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലേ. സോ അതിന്റെ അണ്ടറിലാണ് ഈ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്കറിയാം ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗപ്രതിരോധ ശക്തി അല്ലെ. നമുക്ക് ഒരു രോഗം വരുന്നതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ തടയുന്ന ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇമ്മ്യൂണിറ്റി എന്ന് പറയുക, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി എന്ന് പറയുക. സോ നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ അതൊരു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മെക്കാനിസം ആക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുക അല്ലെ. പല രീതിയിലുള്ള ആക്ഷൻസ്, ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ഗംഭീര സംഭവമാണ് നമ്മുടെ ശരീരം, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുക അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശക്തി തരുന്ന പല തരത്തിലുള്ള ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ പല തരത്തിലുള്ള രോഗപ്രതിരോധ ശക്തിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചാണ്. അതായത് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി കേട്ടോ. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയേ, എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക? ഞാൻ പറഞ്ഞു അല്ലെ, ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് രോഗപ്രതിരോധ ശക്തി. അതായത് നമ്മുടെ ശരീരത്തിൽ രോഗം വരാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ രോഗം വരാതെ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു മെക്കാനിസത്തിനാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അപ്പൊ നോക്കിക്കേ, അതിന്റെ ഡെഫിനിഷൻ നോക്കാം. എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം കേട്ടോ, എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം ടു റെസിസ്റ്റ് എ പെർട്ടിക്കുലർ ഇൻഫെക്ഷൻ ഓർ ടോക്സിൻ കേട്ടോ, എ പെർട്ടിക്കുലർ ഇൻഫെക്ഷൻ ഓർ ടോക്സിൻ ബൈ ദ ആക്ഷൻ ഓഫ് സ്പെസിഫിക് ആന്റിബോഡീസ് കേട്ടോ. അതായത് നോക്കിക്കേ, നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്താണ്, ഒരു രോഗം വരുന്നതിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ രോഗം വരുന്നതിനെ തടയുന്ന പ്രതിഭാസത്തിനാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അത് എങ്ങനെയാണ് തടയുക? ബൈ ദ ആക്ഷൻ ഓഫ് സ്പെസിഫിക് ആന്റിബോഡീസ്. അതായത് ഒരു രോഗത്തിന് എതിരെയുള്ള പ്രത്യേകിച്ച് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡീസ് വഴി തടയപ്പെടുന്നു. അല്ല എങ്കിൽ സെൻസിറ്റൈസ്ഡ് WBC എന്ന് പറയുന്നത് നമുക്കറിയാലേ, എന്താണ്, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്ന് നമ്മൾ പറയും. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ WBC എന്താ ചെയ്യുക? ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയും അല്ലേ. സോ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഇത് പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അവനെ പോയി അറ്റാക്ക് ചെയ്യും. അതല്ല എങ്കിൽ സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള, അതായത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ശ്വേത രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവൻ പോയിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രവേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പോയിട്ട് അവൻ അറ്റാക്ക് ചെയ്യും അല്ലെ. സോ ഇതിനാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിനെയാണ്, ഈ ഒരു ഫിനോമിനാണ് നമ്മൾ എന്ത് പറയുക, ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. നോക്കിയേ, ടൈപ്സ് നോക്കിയേ എന്തൊക്കെയാണ്. ഒന്ന് ഇന്നേറ്റ് വേഴ്സസ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി അല്ലെ, ഇന്നേറ്റ് വേഴ്സസ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. 2 നാച്ചുറൽ വേഴ്സസ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. 3 ആക്റ്റീവ് വേഴ്സസ് പാസീവ് ഇമ്മ്യൂണിറ്റി. 4 ഹെർഡ് ഇമ്മ്യൂണിറ്റി. നോക്കിയേ, ഇന്നേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നേറ്റ് എന്ന വേർഡിന്റെ അർത്ഥം ഫ്രം ഫ്രം ബേർത്ത് എന്നുള്ളതാണ് കേട്ടോ. ഫ്രം ബേർത്ത് കേട്ടോ, അതായത് ഫ്രം ബേർത്ത്, ജന്മനാ ഉള്ള ഇമ്മ്യൂണിറ്റി കേട്ടോ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ചില രോഗങ്ങളോട് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അല്ലെങ്കിൽ നോക്കിയ വേഴ്സസ് അക്യൂർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യൂർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. ഓക്കെ, ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ബർത്തിൽ നമുക്കുള്ള ഇമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് അറ്റ് ബർത്തിൽ നമുക്ക് കിട്ടുന്നത് IgG അതായത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് വഴിയാണ് നമുക്ക് കിട്ടുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് IgA ഇമ്മ്യൂണോ ഗ്ലോബുലിൻ A വഴിയൊക്കെ അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് വന്നിട്ട് അല്ലെ, ഒരു രോഗം വന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ രോഗത്തിന് എതിരെയുള്ള ആന്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നു. നോക്കിക്കേ, രണ്ടാമത്തേത് നാച്ചുറൽ വേഴ്സസ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. എന്താണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക? അതായത് പ്രകൃതി ദത്തമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. രണ്ടാമത്തേത് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഒക്കെ ഏജൻസ് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിക്കേ, ആക്റ്റീവ് വേഴ്സസ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ്
ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് രോഗം വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, അല്ല എങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള വാക്സിൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, അതിനാണ് നമ്മൾ എന്ത് പറയുക? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ നമ്മൾ വെറുതെ ഇരിക്കുക, നമ്മളൊന്നും ചെയ്യണ്ട അല്ലേ. അതായത് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നു. എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു രോഗത്തിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ വിഷത്തിനെതിരെ റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഏജൻസ് ആണ് ഈ പാസീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കുക. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം സ്നേക്ക് ബൈറ്റ് ഉണ്ടായി, അതായത് പാമ്പ് കടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? അവർക്ക് ആന്റി സ്നേക്ക് വെനം കൊടുക്കും അല്ലെ. അതായത് ഈ ശരീരത്തിൽ കയറിപ്പോയിട്ടുള്ള വെനം അല്ലെങ്കിൽ പാമ്പിന്റെ വിഷത്തിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ആന്റി സ്നേക്ക് വെനം നമ്മൾ കൊടുക്കും അല്ലെ. സോ ഇത് ഒരു പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി. എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക? ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോണേ, ഇമ്മ്യൂണിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി, അതായത് ഒരു വലിയ ഒരു സമൂഹം ആൾക്കാർക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ആണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാവേ. നോക്കിയേ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക? ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഫെക്ഷൻ ഓർ സ്പെസിഫിക് ഇമ്മ്യൂണൈസേഷൻ. ചോദിക്കാം കേട്ടോ. നോക്കിയേ, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഫെക്ഷൻ. നമുക്ക് സപ്പോസ് നോക്കിയേ, നമുക്ക് ചിക്കൻ ബോക്സ് വരും അല്ലെ. ചിക്കൻ ബോക്സ് പലർക്കും ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. ചിക്കൻ ബോക്സ് വരുമ്പോഴത്തേക്ക് എന്താണ്? ഒരു പ്രാവശ്യം വന്നു. ഓക്കെ, ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ആ ചിക്കൻ ബോക്സിനെതിരെയുള്ള ആ വൈറസിനെതിരെയുള്ള ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ആ സമയം ഉണ്ടാകും അല്ലെ. ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് ടൈം വീണ്ടും ആ വ്യക്തിക്ക് ചിക്കൻ ബോക്സ് വരുന്നില്ല അല്ലെ. കാരണം എന്താണ്? ഇവന്റെ ശരീരത്തിൽ ആ രോഗത്തിന് എതിരെയുള്ള ആന്റിബോഡീസ് ഇവന്റെ ശരീരത്തിലുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇവർ രണ്ടാമത് അസുഖം വരാത്തത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇൻഫെക്ഷൻ, ഒരു പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നിട്ട് കിട്ടിയ ഇമ്മ്യൂണിറ്റി നമ്മൾ എന്ത് പറയുന്നുണ്ട്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്? സ്പെസിഫിക് ഇമ്മ്യൂണൈസേഷൻ ബൈ ആന്റിബോഡീസ്, അതായത് ഏതെങ്കിലും ഒക്കെ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നു അല്ലെ. TT എടുക്കുന്നുണ്ട്, ടെറ്റനസ് ടോക്സോയിഡ് എടുക്കുന്നുണ്ട്, BCG വാക്സിൻ എടുക്കുന്നുണ്ട്. ഇതിനെതിരെ, ക്ഷയത്തിനെതിരെ അല്ലെങ്കിൽ TB ക്കെതിരെ നമ്മൾ BCG വാക്സിൻ എടുക്കുന്നുണ്ട് അല്ലെ. സോ ഇതൊക്കെ എന്താണ്? ഒരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എക്സാമ്പിൾ ആണ്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാം? നോക്കിക്കേ, ഒന്ന് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാം, രണ്ട് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാം, മൂന്ന് കോമ്പിനേഷൻ ഓഫ് ബോത്ത്, ഈ സെല്ലുലാറും ഹ്യൂമറലും കൂടിയുള്ള ഇമ്മ്യൂണിറ്റിയും നമുക്ക് ലഭിക്കാം. ഏതിലൂടെയാണ്? ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ കൂടെ. അപ്പൊ നോക്കിക്കേ, എന്താണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി? വേറെ ഒന്നും ഓർക്കണ്ട. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഇവിടെ നിന്ന് ചോദിക്കത്തുള്ളൂ. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മീഡിയേറ്റഡ് ബൈ ബി സെൽസ് കേട്ടോ. ബി സെൽസ് മീഡിയേറ്റ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കേട്ടോ. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബി സെൽസ് മീഡിയേറ്റ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. ബൈ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, ആന്റിബോഡീസ് അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബി സെൽസിലൂടെ ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, എന്താണ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്താണ് ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക? അതായത് നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി, ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. മീഡിയേറ്റഡ് ബൈ T സെൽസ് കേട്ടോ. T സെൽസ് മീഡിയേറ്റ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. ഇവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാഗോസൈറ്റിക് ആക്ഷൻ നടക്കുന്നുണ്ട്. എന്താണ് ഈ ഫാഗോസൈറ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മൈക്രോ ഓർഗാനിസം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സെൽസിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സെൽസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ബോഡിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സെൽസ് ഒക്കെ ഉണ്ട്. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യും? ആ മൈക്രോ ഓർഗാനിസത്തിനെ വിഴുങ്ങിക്കളയും അല്ലെങ്കിൽ നശിപ്പിച്ച് കളയും. സോ ഇതിനാണ് നമ്മൾ ഫാഗോസൈറ്റിക് ആക്ഷൻ എന്ന് പറയുക. അപ്പം ഓർക്കുക, സെല്ലുലാർ ഇമ്മ്യൂണിറ്റി മീഡിയേറ്റ് ചെയ്യുന്നത് T സെൽസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ്. ഈ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എപ്പോഴൊക്കെ അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്? അതായത് HIV AIDS കേട്ടോ. HIV AIDS ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഓർക്കുക കേട്ടോ. സെല്ലുലാർ ഇമ്മ്യൂണിറ്റി അഫക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? HIV AIDSലൊക്കെ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിക്കുക, പാസീവ് ഇമ്മ്യൂണിറ്റി. എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, റെഡിമെയ്ഡ് ആന്റിബോഡീസ് കേട്ടോ. റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ദാറ്റ് പ്രൊഡ്യൂസ് ഔട്ട്സൈഡ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ബോഡി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആന്റിബോഡീസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിലല്ല ഉണ്ടാവുക, പുറത്ത് ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അത് ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നു. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക? ആ പ്രോസസ്സിനാണ് നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. ഇതിന്റെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നോക്കിക്കേ, റാപ്പിഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട്, ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഉടുപ്പ് മേടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം? വീട്ടിൽ വന്ന ഉടനെ നമുക്ക് തങ്ങി ഇടാം അല്ലെ, അല്ലെങ്കിൽ ആ കടയിൽ വെച്ച് തന്നെ നമുക്ക് ഇട്ടിട്ട് ഇങ്ങ് പോരാം. അതേസമയം അതിനാണ് നമ്മൾ എന്ത് പറയുക? റെഡിമെയ്ഡ് അല്ലെങ്കിൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അതായത് ഇമ്മ്യൂണിറ്റി റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ശരീരത്തിലേക്ക് കൊടുക്കുന്നു. അതേസമയം നമ്മളൊരു ഈ തുണി എടുത്ത് തയ്ക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിലോ, നമ്മൾ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് തുണി എടുത്തു, പിന്നെന്താണ് ഒരു ടൈലർ ഷോപ്പിൽ പോയിട്ട് അത് തയ്ച്ചിട്ട് പിന്നെയാണ് ഇടുക അല്ലേ. സോ അതൊരു ആക്റ്റീവ്
ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയോട് നമുക്ക് എന്താ സാമ്യപ്പെടുത്താം. അതേസമയം പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രത്യേകത, ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ബട്ട് ലാസ്റ്റിംഗ് ഫോർ ഷോർട്ടർ പീരീഡ്. ഈ പാസീവ് ഇമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. കൂടാതെ നോ മെമ്മറി സെൽസ് പ്രൊഡക്ഷൻ. ഇവിടെ എന്താണ്? മെമ്മറി സെൽസിന്റെ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ഓർക്കുക. എക്സാമ്പിൾ ആന്റിവെനം കേട്ടോ. പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾ എന്താണ്? ആന്റിവെനം വെനം അല്ലെങ്കിൽ ആന്റി സ്നേക്ക് വെനം എന്ന് ഓർക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ ഇത് ഇതുപോലെ തന്നെ പഠിച്ചോളൂ. ഇങ്ങനെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. നോക്കിക്കേ, ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക? ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് കിട്ടുക? വാക്സിനേഷൻ അല്ലെ, വാക്സിനേഷൻ വഴിയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ലഭിക്കുക. അതേസമയം ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് എങ്ങനെ ലഭിക്കുക? ആന്റി സിറം, കൂടാതെ ആന്റി സ്നേക്ക് വെനം, പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കേട്ടോ. എങ്ങനെയാണ്? ആന്റി സിറം, ആന്റി സ്നേക്ക് വെനം, കൂടാതെ ഇമ്മ്യൂണോഗ്ലോബുലിൻ വഴിയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി ലഭിക്കുക. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എങ്ങനെ കിട്ടുക? ക്ലിനിക്കൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. എന്താണ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുക? അതായത് ഒരു രോഗം വന്നോ, ആ രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു അല്ലെ ശരീരം, സോ അതാണ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുക. ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുക. അതേസമയം സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ രോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ല പേഷ്യന്റ്, അല്ലാതെ തന്നെ എന്താണ് രോഗം വന്നുപോയി. നമ്മൾ കോവിഡ് ഒക്കെ വന്നപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? ചില ആൾക്കാർക്കൊക്കെ രോഗം വന്നുപോയി, രോഗലക്ഷണങ്ങളൊന്നും കാണിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ? സോ അതാണ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുക. സോ ആ രീതിയിൽ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതായത് ഒന്നുകിൽ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ വഴി കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. നോക്കിക്കേ, മൂന്നാമത്തത് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പാസീവ് ഇമ്മ്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, സൂചിപ്പിച്ചിരുന്നു. IgG, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ. ജി ഏത് വഴിയാണ് കിട്ടുക? പ്ലാസന്റ വഴി കിട്ടും. പിന്നെ അല്ലെങ്കിൽ IgA നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ബ്രസ്റ്റ് മിൽക്ക് അല്ലെ, ബ്രസ്റ്റ് മിൽക്ക് വഴി നമുക്ക് IgA അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ A കിട്ടും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തോളൂ. ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹേർഡ് ഇമ്മ്യൂണിറ്റി. എന്താണ്? ഇമ്മ്യൂണിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി. അതായത് ഒരു വലിയ പോപ്പുലേഷൻ, നോക്കിയേ, ഇങ്ങനെ ഒരു വലിയ പോപ്പുലേഷനിലുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അതായത് ഇത്രയും ആൾക്കാർ നോക്കിയേ, ഈ കറുത്തല്ലാതെ ഈ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ്? ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാലും അത് വേറെ ആൾക്കാരിലേക്ക് പകർന്ന് കിട്ടുന്നില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് സിറോളജിക്കൽ സർവേ ഒക്കെ, അതായത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഒരു സമൂഹത്തിന് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ വഴിയാണ് എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. നന്നായിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു മിഷൻ 60 days എന്ന് പറഞ്ഞിട്ട് ഒരു ബാച്ച് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് +2 സയൻസ് പഠിച്ചവർക്ക് നമ്മുടെ ഒരു കേരള PSCയിൽ ജോലി കിട്ടാൻ ഉള്ള ഒരു സുവർണ്ണ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ മിഷൻ 60 days ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഫ്രീ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ PDF പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാംസ് ഒക്കെ ഞങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ കളയാതെ, നിങ്ങൾ വേറെ ചിന്തിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ സീറ്റ്സ് ഒക്കെ ഉറപ്പിക്കുക. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വേറൊരു ദിവസം നെക്സ്റ്റ് ഡേ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.